നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പുതിയ നീക്കങ്ങൾ. മുൻ KPCC അധ്യക്ഷന്മാരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീരുമാനം പ്രഖ്യാപിക്കാൻ നീക്കം. ഇന്ധനരംഗത്ത് പ്രതിസന്ധിക്ക് സാധ്യത. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ കൂടിയേക്കും. കോവിഡ് കാലത്തെ പോലെ സ്വയം നിയന്ത്രണത്തിന് ബോധവൽക്കരണം നടത്താൻ കേന്ദ്ര സർക്കാർ. വാടാനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി CPM. ഫ്ലക്സ് വെച്ചത് സംബന്ധിച്ച് CPM പ്രവർത്തകന്റെ കുറ്റസമ്മത ശബ്ദ സന്ദേശം പുറത്ത്. പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താൻ കഴിയില്ലെന്ന് DCC പ്രസിഡന്റ്. ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. അന്നമനട പാറക്കടവിൽ കിടക്ക നിർമ്മാണ കമ്പനിയിൽ അഗ്നിബാധ. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. KV തോമസിന്റെ പുതിയ പുസ്തകത്തിലെ K കരുണാകരനെതിരായ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. KV തോമസ് ചതിയനാണെന്ന് പത്മജ. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പുതിയ നീക്കങ്ങൾ. മുൻ KPCC അധ്യക്ഷന്മാരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീരുമാനം പ്രഖ്യാപിക്കാനാണ് ആലോചന. മുഖ്യമന്ത്രി പദവിയിൽ തീരുമാനം നീളുന്നതിൽ ഘടകകക്ഷികളടക്കം അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് നടപടികൾ വേഗത്തിലാക്കുന്നത്. തീരുമാനം എടുക്കും മുൻപ് നേതൃനിരയിലെ പ്രമുഖരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കും. മുൻ KPCC അധ്യക്ഷരെ വിളിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ്. സോണിയാഗാന്ധി, AK ആന്റണി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായും രാഹുൽ ഗാന്ധി സംസാരിക്കും. തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഡൽഹിയിലോ കേരളത്തിലോ എന്നതിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിലാണെങ്കിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്താകും പ്രഖ്യാപനം. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 നേതാക്കളും അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അണിയറയിൽ പല നീക്കങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കുന്നില്ല. എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് 3 നേതാക്കളും അറിയിച്ചതിലാണ് AICC നേതൃത്വത്തിന് ആശ്വാസം. മുഖ്യമന്ത്രി പദവിയിലേക്ക് ആരെ നിശ്ചയിച്ചാലും കേരളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും നേതൃത്വം വിലയിരുത്തി വരികയാണ്. അതിനിടെ ഉപമുഖ്യമന്ത്രി പദം വേണ്ട എന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഇന്ധനരംഗത്ത് പ്രതിസന്ധിക്ക് സാധ്യത. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ കൂടിയേക്കും. കോവിഡ് കാലത്തെ പോലെ സ്വയം നിയന്ത്രണം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് കർശന നിയന്ത്രണത്തിന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധനം മിതമായി ഉപയോഗിക്കണമെന്ന് മോദി അറിയിച്ചു. മെട്രോ യാത്രയും വർക്ക് ഫ്രം ഹോമും പ്രോത്സാഹിപ്പിക്കണം. 1 കൊല്ലത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും അഭ്യർത്ഥന. കോവിഡ് കാലത്തെ പോലെ സ്വയം നിയന്ത്രണം വേണം. പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കണം. വിദേശയാത്രകൾ മാറ്റിവെച്ച് വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കണം. കാർ പൂളിംഗ് അടക്കം നടപ്പാക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. ഇന്ധന ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കണം. ഭക്ഷ്യ എണ്ണ ഉപയോഗം 10% കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മെട്രോ ഉള്ള നഗരങ്ങളിൽ ഈ സൗകര്യം ഉപയോഗിക്കണം. 1 വർഷം കുടുംബങ്ങളിലെ ചടങ്ങുകൾക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം. രാജ്യത്തിനായി മരിക്കുക മാത്രമല്ല ജീവിക്കുകയും രാജ്യസ്നേഹമാണെന്നും നിർദ്ദേശങ്ങളനുസരിച്ച് രാജ്യസ്നേഹം കാണിക്കണമെന്നും പ്രധാനമന്ത്രി ഹൈദരാബാദിലെ റാലിയിൽ പറഞ്ഞു. ഇതാദ്യമായാണ് ഇന്ധന രംഗത്ത് പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന സന്ദേശം മോദി നൽകുന്നത്. TCV ന്യൂസ്, തൃശൂർ. വാടാനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ച CPM നേതാവ് CCTV ക്യാമറയിൽ കുടുങ്ങി. CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ് CCTV ക്യാമറയിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച KC നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ഉമ്മൻചാണ്ടിയുടെ ദീപ്തസ്മരണ ഇല്ലാതാക്കാനോ കഴിയില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വാടാനപ്പള്ളിയിൽ KCക്ക് അനുകൂല ഫ്ലക്സ് വെച്ച CPM നേതാവ് മുഹമ്മദ് അരവശ്ശേരിയുടെ CCTV ദൃശ്യം പുറത്തുവന്ന സാഹചര്യത്തിൽ തൃശൂർ DCCയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ ജീർണതയാണിത് കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കണം. ജനമനസ്സുകളിൽ CPMന് സ്ഥാനം നഷ്ടപ്പെട്ടു. CPMലെ ഗ്രൂപ്പിസമാണ് ഇതിലൂടെ പുറത്തുവന്നത്. ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്നും ഇത്രയും പരസ്യമായി പാർട്ടി ഗ്രൂപ്പിൽ പറയണമെങ്കിൽ നേതൃത്വം അറിയാതെ ഒന്നും നടക്കില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറവാശ്ശേരി മുഹമ്മദ്
അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. അവർ വയ്ക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വയ്ക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ൻ്റെ ശോഭ കെടുത്താനോ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്ത സ്മരണ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ളത്. തലയിൽ മുണ്ടിട്ടിട്ട് ചെയ്യുന്ന ഈ പ്രക്രിയ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ നല്ലവരായ CPMകാർ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു UDFനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. ഇപ്പം ചെയ്യുന്നത് ഈ പരാജയത്തിൽ വിളറി പൂണ്ട മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല CPMകാരല്ല, മോശം CPMകാരാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തെ പോലീസ് ഇതിന് കേസ് രജിസ്റ്റർ ചെയ്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഫ്ലക്സ് വിവാദത്തിൽ മുഹമ്മദ് അരവശ്ശേരിയെ തള്ളി CPM. വാടാനപ്പള്ളിയിലെ ഫ്ലക്സ് വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി. KC വേണുഗോപാൽ അനുകൂല ഫ്ലക്സ് വെച്ചത് തെറ്റായ നടപടിയാണെന്നും പാർട്ടി അതിന് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇത്തരമൊരു തർക്കത്തിൽ തങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തോട് വിശദീകരണം തേടുമെന്നും നാട്ടിക ഏരിയ കമ്മിറ്റി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. വാടാനപ്പള്ളിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതി ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ തെറ്റായൊരു നടപടിക്രമമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരമൊരു തർക്കത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടും. നാട്ടിക ഏരിയ കമ്മിറ്റി തുടർ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യം അവരോട് ചർച്ച ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ CPIM ഒരു കക്ഷിയല്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അവിടെ അങ്ങനെ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് മെമ്പർഷിപ്പിൽ വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന കാര്യം ഞങ്ങൾ അറിയിക്കുകയാണ്. അന്നമനട പാറക്കടവിൽ കിടക്ക നിർമ്മാണ കമ്പനിയിൽ വൻ അഗ്നിബാധ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. എറണാകുളം ജില്ലാ അതിർത്തിയായ പാറക്കടവിലെ ANA മാട്രസിന്റെ ലാമിയർ യൂണിറ്റിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു തീപിടുത്തം. 1/2 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ എല്ലാ ഭാഗത്തും അഗ്നി പടർന്നു. സ്പോഞ്ച്, തുണി എന്നിവയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളായതിനാൽ തീപിടുത്തത്തിന് ആക്കം കൂടി. രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. ചാലക്കുടി, മാള, പുതുക്കാട്, ആലുവ എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 4 മണിക്കൂറോളം നീണ്ടുനിന്ന അഗ്നിബാധയിൽ കമ്പനിയിലെ എല്ലാ സാധനങ്ങളും കത്തിച്ചാമ്പലായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. കൊരട്ടി കുലയിടം സ്വദേശി നൈച്ചേരി അമീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി. 20ഓളം ജീവനക്കാരുമുണ്ട്. 8 വർഷത്തോളമായി മികച്ച രീതിയിലായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം. കിടക്കയ്ക്ക് പുറമെ സോഫ, കസേര എന്നിവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents
in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. കെ വി തോമസിന്റെ പുതിയ പുസ്തകത്തിലെ കെ കരുണാകരനെതിരായ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. കെ വി തോമസ് മനസാക്ഷിയില്ലാത്ത മനുഷ്യനാണെന്ന് പത്മജ തുറന്നടിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കെ വി തോമസ് ചതിയനാണ്. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന മനസാക്ഷിയില്ലാത്ത ഒരാളെ കണ്ടിട്ടില്ല. കെ കരുണാകരനില്ലെങ്കിൽ കെ വി തോമസ് എവിടെയും എത്തില്ല. കെ വി തോമസിനെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ ആ പേന പോലും മോശമായി മാറും. കെ കരുണാകരനെക്കുറിച്ച് പറയാൻ കെ വി തോമസ് അർഹനല്ലെന്നും കെ വി തോമസിന്റെ ചരിത്രം വിളിച്ചു പറയേണ്ടി വരുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ വി തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും, മോശവും. അത്രയും മോശം ചരിത്രമുള്ള മനുഷ്യനാണ്. കെ കരുണാകരനെ പറയാൻ അദ്ദേഹം ആയിട്ടില്ല. 10 ജന്മം ജനിച്ചു വരണം പറയണമെങ്കിൽ. കേരളത്തിലെ ആൾക്കാർ വിഡ്ഢികളല്ല. എങ്ങനെ കെ വി തോമസ് ആയി എന്നുള്ള ചരിത്രം അദ്ദേഹം ഒന്ന് ഓർത്താൽ കൊള്ളാമെന്ന് മാത്രമാണ് ഈ അവസ്ഥ. എന്നെ ഇതിൽ പിടിച്ച് വലിച്ചഴക്കേണ്ട. എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ അവസാന കാലത്ത് ഏറ്റവും ഇഷ്ടമായിരുന്ന വ്യക്തി ശ്രീമതി സോണിയാഗാന്ധി ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ ഈ പാർട്ടി വിട്ടു പോയത്. അത് അവർക്കൊക്കെ ഇപ്പോൾ കിട്ടണമുണ്ട്, ദൈവം സഹായിച്ച്. നമ്മൾ ഇതില്ലെങ്കിലും ദൈവം കൊടുക്കുന്നുണ്ട്, അതെനിക്ക് സന്തോഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ ഇനി വല്ലതും പറഞ്ഞാൽ പഴയ ചരിത്രങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും. അത് അയാൾ കേൾക്കേണ്ടിയും വരും. എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രയാസവും ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വിളിച്ചത്. ഒരു സവിശേഷ കാലഘട്ടം മലയാള കവിതയിൽ സ്വന്തമായി സൃഷ്ടിച്ച കവിയായിരുന്നു വൈലോപ്പിള്ളിയെന്ന് കവിയും സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈലോപ്പിള്ളി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഴിമാറി നടക്കാൻ തീരുമാനിച്ച ചുരുക്കം ചില കവികളിൽ ഒരാളായിരുന്നു വൈലോപ്പിള്ളിയെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി നടന്ന ചടങ്ങിൽ സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. എൻ രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ഡോക്ടർ ടി ശ്രീകുമാർ, CF ജോൺ ജോഫി, AN കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വൈലോപ്പിള്ളി കവിതയിലെ ജന്തുലോകം എന്ന വിഷയത്തിൽ നടത്തിയ പ്രബന്ധ മത്സരത്തിൽ 1ാം സമ്മാനത്തിന് അർഹയായ ഡോക്ടർ TN ലക്ഷ്മിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ശക്തമായ മഴയിൽ ദേശീയപാത തിരുവത്രയിലെ സർവീസ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. ഞായറാഴ്ച രാത്രി പെയ്ത മഴയിലാണ് തിരുവത്ര ദേശീയപാത പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് വെള്ളക്കെട്ടിലകപ്പെട്ടത്. ദേശീയപാതയിൽ കാനകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. മഴക്കാലം വരുന്നതോടെ സ്ഥിതി രൂക്ഷമാവുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. എത്രയും വേഗം വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തിരുവല്ലോമലയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരൻ കയറമ്പാറ സ്വദേശി അരുൺ സായിയാണ് മരിച്ചത്. തിരുവല്ലോമല കുത്താമ്പള്ളി റോഡ് ആലിൻചോടിന് സമീപമായിരുന്നു അപകടം. കൂടെ സഞ്ചരിച്ചിരുന്ന 20 സ്വദേശി പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും. ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കും. തിരുനാൾ ദിവസം രാവിലെ മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. 1,00,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായിരുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ 5ാം ഓർമ്മദിനം കിരാലൂർ മാടമ്പ് മനയിൽ ആചരിച്ചു. മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ ചെയർമാൻ വടക്കുംപാട് നാരായണൻ അധ്യക്ഷനായി. കവി വി മധുസൂദനൻ നായർ കഥ പറച്ചിലിന്റെ ഭാരതീയ വഴികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മലയാള തിരക്കഥയുടെ പൈതൃകം എന്ന വിഷയത്തിൽ സംവിധായകരായ സത്യൻ അന്തിക്കാട്, ലാൽ ജോസ് എന്നിവരും, തിരക്കഥയുടെ പരിണാമം എന്ന വിഷയത്തിൽ ശ്യാമപ്രസാദ്, മുരളി ഗോപി എന്നിവരും സംസാരിച്ചു. കിഷൻ മാടമ്പ്, ഡോക്ടർ ശ്രീകല, റിയ അരവിന്ദ്, ജയൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മലയാളത്തിന്റെ സാഗരഗർജനം സുകുമാർ അഴീക്കോടിന് ജന്മശതാബ്ദി. അറിവിന്റെ ആകാശത്തെ നക്ഷത്രത്തിളക്കത്തിന് അക്ഷരാഞ്ജലി അർപ്പിക്കുകയാണ് സാംസ്കാരിക കേരളം. 1926 മെയ് 16 കണ്ണൂരിലെ അഴീക്കോട് ഗ്രാമത്തിൽ ജനിച്ച സുകുമാർ അഴീക്കോടായ ചരിത്രം കേരളത്തിന്റെ സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ പരിസരങ്ങളിലെ കൊടുങ്കാറ്റുകളുടെ ചിറകിലേറിയുള്ള സഞ്ചാരമാണ്. പ്രഭാഷകൻ, വിമർശകൻ, അധ്യാപകൻ, പണ്ഡിതൻ എന്നിങ്ങനെ ഈ നാടിന്റെ ബൗദ്ധിക വിപ്ലവ മണ്ഡലത്തിലെ ധ്രുവനക്ഷത്രമായി മാറിയ അപൂർവ വ്യക്തിത്വമായിരുന്നു അഴീക്കോട്.
നീതിയുടെ നിലപാടുതറയിൽ ഉറച്ചുനിന്ന് അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ഒഴുകിയ ആ വാക്പ്രവാഹം സാഗരഗർജനമായി അലിയടിച്ചപ്പോൾ അധികാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ വിറകൊണ്ടു. അതെ, സുകുമാർ അഴീക്കോട് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായിരുന്നു. അധ്യാപകനായ അച്ഛൻ ദാമോദരൻ മാസ്റ്റർ തന്നെയാണ് അറിവിലേക്കുള്ള ജാലകങ്ങൾ തുറന്നു നൽകിയത്. അമ്മ മാധവിയിൽ നിന്ന് പുരാണങ്ങളുടെ ആത്മീയ കരുത്തും ആർജിച്ചു. മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടി. പത്രപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞെങ്കിലും അധ്യാപനത്തിലാണ് ചുവടുറപ്പിച്ചത്. ഒരിക്കലെങ്കിലും ആ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരെന്ന് പിന്നീട് പലരും എഴുതി. ഇതിനിടയിൽ KT സുകുമാർ എന്ന പേരിൽ രചനാ ജീവിതത്തിനും തുടക്കമിട്ടിരുന്നു. സാഹിത്യ വിമർശന മേഖലയിൽ അഴീക്കോട് അഴിച്ചുവിട്ടത് വിപ്ലവത്തിന്റെ തീക്കാറ്റായിരുന്നു. കലയുടെ കനലിൽ തുടക്കം. ആശാന്റെ സീതാകാവ്യം, രമണനും മലയാള കവിതയും തുടങ്ങിയവ മലയാള സാഹിത്യത്തിന്റെ ഈടുവയ്പ്പുകളാണ്. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന കൃതി സാഹിത്യലോകത്ത് കോളിളക്കം സൃഷ്ടിച്ചു. ഉപനിഷത്തുക്കളുടെ പൊരുൾ മലയാളിയെ പഠിപ്പിച്ച ഗ്രന്ഥമായിരുന്നു തത്വമസി. വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ മാനവികതയുടെ ഉണർത്തുപാട്ടുകളായി മാറി. ഗാന്ധിയൻ ആദർശങ്ങളും വാഗ്ഭടാനന്ദ ഗുരുവിന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ജീവിത ദർശനങ്ങളും ഉൾക്കൊണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ യാത്ര. പക്ഷേ തിരഞ്ഞെടുപ്പ് ഗോതയിൽ അഴീക്കോടിന് കാലിടറി. 1961 കോൺഗ്രസ് പ്രതിനിധിയായി തലശ്ശേരിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും SK പൊറ്റേക്കാടിനോട് പരാജയപ്പെട്ടു. എന്നാൽ ആ പരാജയത്തിലൂടെ രാഷ്ട്രീയ ചങ്ങലകളില്ലാത്ത സത്യം വിളിച്ചു പറയുന്ന ഒരു സ്വതന്ത്ര ചിന്തകനെ ലഭിക്കുകയായിരുന്നു. അദ്ദേഹം രൂപം കൊടുത്ത നവഭാരതവേദി കേരളമൊട്ടാകെ സാംസ്കാരികമായ ജൈവികതയ്ക്ക് തഴച്ചു വളരാൻ ഇടമൊരുക്കി. നട്ടലിനെ ബാധിച്ച അർബുദത്തെപ്പോലും ദൈക്ഷണികമായ കരുത്തുകൊണ്ട് അഴീക്കോട് നേരിട്ടു. തൃശൂർ എരവിമംഗലത്തെ വസതിയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം 2012 ജനുവരി 24 അമല ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. ഈ ജന്മശതാബ്ദിയിൽ വിഭജനത്തിന്റെയും അനീതിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഒക്കെ അഗ്നിപർവ്വതങ്ങൾ പുകയുമ്പോൾ ആർത്തലച്ചു പെയ്യാൻ അഴീക്കോടിന്റെ വാക്കുകളില്ല എന്നത് വലിയൊരു ശൂന്യതയെ അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് TCV. കലയുടെ നന്മയും സംസ്കാരത്തിന്റെ സൗന്ദര്യവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിന് സമീപം സബര്യ കലാക്ഷേത്രം കലാപഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോലഴി വാർഡ് മെമ്പർ സുധീഷ്ണ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് റിയ ഇഷ മുഖ്യാതിഥിയായി. കൃഷ്ണ മോഹൻ, KP ബാലമുരളി, രാജലക്ഷ്മി സോമകുമാർ, AB നിഷ, സജീവൻ, ജോൺസൺ ചിറ്റിലപ്പള്ളി, ജയപ്രകാശ് രാഗമാലിക തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. ബഷീർ കാട്ടിശ്ശേരി നന്ദി അറിയിച്ചു. മിസിസ് കേരള ടൈറ്റിൽ വിന്നറും സോഷ്യൽ വർക്കറുമായ ഡോക്ടർ റോമ S വസ്വാനിയാണ് മാനേജിംഗ് ഡയറക്ടർ. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം, കൈരളി ഗന്ധർവ സംഗീതം വിന്നർ, വോക്കോളജിസ്റ്റ് എന്നിവയുമായ സംഗീത അധ്യാപകൻ മുസ്തഫ അബൂബാണ് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. പരിചയസമ്പന്നരും പ്രശസ്തരുമായ അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഗീതം, നൃത്തം, വാദ്യോപകരണങ്ങൾ എന്നിവയിലാണ് പരിശീലന ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത്. സ്കൂൾ, കോളേജ് തല കലോത്സവ ഗാന നൃത്ത മത്സരങ്ങൾക്കായി പ്രത്യേക പരിശീലനവും ഒരുക്കിയിട്ടുണ്ട്. സംഗീത അധ്യാപിക ഗാനഭൂഷൺ, KS സിമി തുടങ്ങിയ പ്രതിഭാധനരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സബര്യ കലാക്ഷേത്രത്തിൽ കർണാടക സംഗീതം, ലളിതഗാനം, സിനിമാ ഗാനാലാപന പരിശീലനം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, കീബോർഡ്, തബല, വയലിൻ, ഗിറ്റാർ തുടങ്ങി വിവിധ കലാപഠന വിഭാഗങ്ങളാണുള്ളത്. കലാരംഗത്ത് പുതിയ തലമുറയ്ക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന കേന്ദ്രമായി മാറാൻ ഒരുങ്ങുകയാണ് സബര്യ കലാക്ഷേത്രം. കൂടുതൽ വിവരങ്ങൾക്ക് 8111858258 അല്ലെങ്കിൽ 9747648047 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
വീണ്ടും വാർത്തകളിലേക്ക്. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടിനെതിരെയുള്ള പോലീസ് കേസ് പിൻവലിക്കണമെന്ന് BJP ജില്ലാ കമ്മിറ്റി. TN പ്രതാപൻ പരാജയം മറച്ചുവെക്കാൻ BJP നേതാക്കൾക്കെതിരെ കള്ളപ്പരാതികൾ നൽകി സംഘർഷത്തിന് ശ്രമിക്കുകയാണ്. കോൺഗ്രസിനൊപ്പം ചേർന്ന് BJP പ്രവർത്തകർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പോലീസ് പിന്മാറണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. വടക്കാഞ്ചേരി പരുത്തുപ്ര കയറ്റത്തിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ പത്താംകല്ല് സ്വദേശി വിൽസൺ, കാർ യാത്രിക കിള്ളിമംഗലം സ്വദേശി ലിസി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിലേക്ക് തെറിച്ചുപോയ ഓട്ടോറിക്ഷ സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ ദേശീയ പ്രസിഡന്റും ചലച്ചിത്ര നടനുമായിരുന്ന സന്തോഷ് കെ നായരുടെ നിര്യാണത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷെറിൻ തിലക് അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി KU ഷാജി ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ജില്ലാ സെക്രട്ടറി AK അരുൺകുമാർ, കമ്പനി സെക്രട്ടറി ദീപക്, സന്തോഷിന്റെ കുടുംബാംഗം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ വളർച്ചയ്ക്കായി പ്രവർത്തന നിരതനായിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം നികത്താൻ കഴിയാത്തതാണെന്ന് യോഗം അനുസ്മരിച്ചു. EMS സ്മൃതി സംഘാടക സമിതി രൂപീകരണ യോഗം തൃശൂരിൽ നടന്നു. അയ്യന്തോൾ കോസ്റ്റ് ഫോളിൽ നടന്ന യോഗം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. കോസ്റ്റ് ഫോൾ ഡയറക്ടർ ചന്ദ്രബാബു, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിനിധി ഉഷ പ്രഭാകർ, സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജൂൺ 13, 14 തീയതികളിലാണ് EMS സ്മൃതി നടക്കുന്നത്. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബ്ബ് 16ാം വാർഷികാഘോഷം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ ഡയറക്ടറി പ്രകാശനം ഡെപ്യൂട്ടി മേയർ A പ്രസാദ് നിർവഹിച്ചു. ജെയിംസ് മുട്ടിക്കൽ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ബാലചന്ദ്ര സുഭാഷ്, PB മേനോൻ, ഡോക്ടർ റെന്നി ആന്റണി, ഡോക്ടർ ജവഹർലാൽ, CK ഷീല, ഷൺമുഖൻ കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്ക് പടിഞ്ഞാറൻ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യത. തെക്കുകിഴക്കൻ അറബിക്കടലിനും കേരള തീരത്തോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും മുകളിലെ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മെയ് 14 മുതൽ 15 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ചുമട്ടുതൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലുറ്റ് ഫയർ സ്റ്റേഷൻ റോഡിൽ താമസിക്കുന്ന 61 വയസ്സുള്ള കോറോംപറമ്പിൽ വാസുദേവനാണ് മരിച്ചത്. കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ നടത്തിയ തിരച്ചിലാണ് പടാക്കുളം ഊഴവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. പടാക്കുളം സെന്ററിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളിയാണ്. ഇനി വാണിജ്യം. സ്കിൻ ആൻഡ് ഹെയർ പരിചരണ രംഗത്ത് വിപുലവും ആധുനികവുമായ സംവിധാനങ്ങളുമായി ഡോക്ടർ ലൂമി ഗ്ലോ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടപ്പുറം വൈദ്യുതി ഭവന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഡോക്ടർ ലൂമി ഗ്ലോ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ വിനോദ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം അമലു ബാബു മുഖ്യാതിഥിയായി. ഉടമകളായ ഡോക്ടർ ലിബാബി എബ്രഹാം, ഡോക്ടർ ജെൻസൺ ജേക്കബ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. കാർബൺ ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ഹെയർ റിഡക്ഷൻ, അക്നി ആൻഡ് മെലാസ്മ കെയർ, PRP, GFC ആൻഡ് എക്സോസോംസ്, ബിബി ഗ്ലോ, മൈക്രോ ബ്ലേഡിംഗ്, കാൽപ്പ് മൈക്രോ പിഗ്മെന്റേഷൻ, ഓർത്തോ കെയർ, ആയുർവേദ ചികിത്സകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. FDA അപ്രൂവ്ഡ് USA മെഷീനുകളോടെയുള്ള നവീനവും കാര്യക്ഷമതയേറിയതുമായ സേവനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെ ഓർത്തോ സർജൻ ജസ്റ്റിൻ ജേക്കബിന്റെ കൺസൾട്ടേഷൻ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും മെയ് 31 വരെ ഫീസിൽ 20% കിഴിവ് ലഭ്യമാണ്. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടേണ്ട നമ്പർ 9526574100. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പുതിയ നീക്കങ്ങൾ. മുൻ KPCC അധ്യക്ഷന്മാരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീരുമാനം പ്രഖ്യാപിക്കാൻ നീക്കം. ഇന്ധനരംഗത്ത് പ്രതിസന്ധിക്ക് സാധ്യത. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ കൂടിയേക്കും. കോവിഡ് കാലത്തെ പോലെ സ്വയം നിയന്ത്രണത്തിന് ബോധവൽക്കരണം നടത്താൻ കേന്ദ്ര സർക്കാർ. വാടനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി CPM. ഫ്ലക്സ് വെച്ചത് സംബന്ധിച്ച് CPM പ്രവർത്തകന്റെ കുറ്റസമ്മത ശബ്ദ സന്ദേശം പുറത്ത്. പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താൻ കഴിയില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. അന്നമനട പാറക്കടവിൽ കിടക്ക നിർമ്മാണ കമ്പനിയിൽ അഗ്നിബാധ. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. KV തോമസിന്റെ പുതിയ പുസ്തകത്തിലെ K കരുണാകരനെതിരായ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. KV തോമസ് ചതിയനാണെന്ന് പത്മജ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ